ഒത്തിരി നാളായി ഒരു കാര്യം പറയണമെന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. വിവാഹം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ബിജു, നിങ്ങൾക്ക് ഭാര്യയും കുട്ടികളുമുണ്ട്. അങ്ങനെ ഒരാളെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്ക് ആരുമില്ലാത്തവളല്ലേ? ഒരാണിന്റെ സഹായമില്ലാതെ എങ്ങനെ ജീവിക്കും? ഞാൻ ജീവിച്ചോളാം, ഇതുപോലെയൊക്കെ തന്നെ. ഈ ചെമ്മല കോളനിയിൽ നിന്നും പുറത്തുനിന്ന് ആരും നിന്നെ കൊണ്ടുപോകില്ല. നിനക്കൊരു ജീവിതം തരാൻ എനിക്ക് കഴിയും. അപ്പോൾ നിന്റെ ഭാര്യയോ? എൻ്റെ ആവശ്യങ്ങളൊന്നും നടത്തിത്തരാൻ 10 കൊല്ലമായിട്ട് അവൾക്ക് കഴിഞ്ഞിട്ടില്ല. നിർത്ത്. പ്രേമിക്കാനും ഇഷ്ടമാണോ എന്ന് പറയാനും ആരെക്കൊണ്ടും പറ്റും. ജീവിതത്തിൽ ഉള്ളിലുള്ള പ്രയാസങ്ങൾക്കിടയിൽ അറിയാതെ ഒന്ന് ചിരിച്ചു പോയാൽ അത് പ്രേമമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ബിജു, നീ കുറച്ചു കാലമായില്ല പെണ്ണിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട്. നിന്റെ വേഷം കെട്ടൊന്നും അവളുടെ അടുത്ത് വേണ്ട, വിട്ടേരെ. യമുന എന്തിനാ അങ്ങനെ പറയുന്നത്? നിന്നെ എനിക്ക് അറിയാവുന്നതുകൊണ്ട്. അവൾ എന്തിനാ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്നത്? സുഖജീവിതത്തിനല്ലേ? ഛീ, നിർത്തടാ ചേറ്റത്തരം പറയാതെ. ഒരു പെണ്ണിൻ്റെ ജീവിതം ഒറ്റപ്പെട്ടു പോയാൽ സുഖജീവിതം എന്നാണോ നിൻ്റെയൊക്കെ ധാരണ? അവളവക്കടെ വീട്ടിലല്ലേ കിടക്കുന്നത്, അല്ലാണ്ട് നിന്നെ മറ്റേടത്തിലൊന്നും അല്ലല്ലോ. അവള് നീ പറയുന്ന പോലെ നല്ലവളല്ലെന്നുള്ളതാ എൻ്റെ അറിവ്. നീ അങ്ങനെ പലതും കേൾക്കും. നീ ആയിട്ട് അവളെ പഴിപ്പിക്കാതിരുന്നാ മതി. നീ അവളുടെ പക്ഷം പിടിക്കാൻ നീ അവളും തമ്മിൽ എന്താ ബന്ധം? ബന്ധത്തിൻ്റെ വിലയറിയണമെങ്കിൽ നീ ഒറ്റപ്പെടണം. സ്നേഹത്തിൻ്റെ വിലയറിയണമെങ്കിൽ നീ അനാഥനാവണം. ജീവിതത്തിൻ്റെ വിലയറിയണമെങ്കിൽ മരണത്തെ മുഖാമുഖം കാണണം. മനസ്സിലായടാ നിനക്ക്? പോടാ, വാടി. പപ്പയും മമ്മി എന്ത് ചേച്ചി? പള്ളിയിൽ പോയി. വന്നില്ല ഇതുവരെ? ഇല്ല. ചേച്ചി ഒരു ഗ്ലാസ് തണുത്ത വെള്ളം എൻ്റെ മുറിയിലേക്ക് എടുത്തേര്. ഇതാ വെള്ളം. അവിടെ വെച്ചേക്കാം. ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഇവിടെ ഇപ്പോൾ ആരുമില്ല, നമ്മൾ രണ്ടുപേരും മാത്രം. അതിന്? എനിക്ക് ചേച്ചിയോടൊരു ആഗ്രഹം, അത് നടത്തി തരുവാണെങ്കിൽ എത്ര പണം വേണമെങ്കിൽ തരാം. നിന്റെ നോട്ടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതിനു മുമ്പ് നിന്നവൾ നീ കാരണമാണ് പോയതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും തരാം. പണം അതാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം. എൻ്റെ അടുത്ത് നടക്കില്ല. മാറി നിൽക്ക്. മാറിക്കുള്ള പുല്ലേ. നിവൃത്തിയോട് കൊണ്ട് വീട്ടുപണിക്ക് പോകുന്ന സ്ത്രീകളെല്ലാം നിന്റെയൊക്കെ കട്ടിൽ വന്ന് കിടന്നു തരുമെന്നാണ് നീയൊക്കെ കരുതിയിരിക്കുന്നത്. എന്താണ് ഇവിടെ? മോനോട് ചോദിക്ക. മോനൊരു പെണ്ണ് കെട്ടിച്ചു കൊടുക്ക്, അല്ലെങ്കിലേ അമ്മേനെ കയറി പിടിക്കും. നിർത്തടി. ആമ്പിള്ളേരെ വഴി തെറ്റിക്കാൻ നടക്കുന്ന തേവിടിച്ച് ഇറങ്ങടി വഴിയില്. ഒന്ന് നിന്നെ അവിടെ. ഇതാ നിന്റെ ഇതുവരെയുള്ള കൂലി. നിന്നെ ഇനി ഇവിടെ വേണ്ട. നിന്നെ ഇനി ഈ പരിസരത്ത് കണ്ടുപോകരുത്. പോയിക്കോ. എന്താടി നോക്കുന്നേ? ഞാൻ ആരോരും ഇല്ലാത്തവളാ. വളരെ കഷ്ടപ്പെട്ടിട്ട് എനിക്കിവിടെ ജോലി കിട്ടിയത്. എനിക്കൊന്നും സംഭവിക്കാതിരുന്നത് എൻ്റെ ഭാഗ്യം കൊണ്ടാ. നിന്ന് ചലക്കാതെ ഇറങ്ങി പോടി. നിങ്ങളുടെ മകന്റെ പേരിലെ പീഡനത്തിന് ഞാൻ കേസ് കൊടുക്കും. അപ്പേ അറിയാം സത്യം എന്താന്ന്. എന്റെ കർത്താവേ. റെനി ഇന്ന് ജോലിക്ക് പോയില്ലേ? നിന്നെപ്പറ്റി എന്തൊക്കെയാ വിജു പറഞ്ഞു നടക്കുന്നേ? അവൻ എന്തെങ്കിലും പറയട്ടെ, ഞാൻ എന്ത് ചെയ്യാനാ? അവനെ അങ്ങനെ വിട്ടാ പറ്റില്ല. നമുക്ക് മെമ്പറോട് പറഞ്ഞാലോ? അവരൊന്നും എനിക്ക് വേണ്ടി സംസാരിക്കില്ല. വിജുവിന്റെ ഭാര്യ അവിടുത്തെ പണിക്കാരിയാ. ഇന്നലെ രാത്രിയിൽ അവൻ ഈ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന കോളനി കുട്ടികൾ പറഞ്ഞത്. ജോലി പോയതിന്റെ സങ്കടത്തിൽ ഞാനൊന്നും അറിഞ്ഞില്ല. എന്നെ നാണം കെടുത്താൻ അവന്റെ തീരുമാനം. നീ സൂക്ഷിച്ചോ, ഏത് വിധേനയും അവൻ നിന്നെ ചതിക്കും. എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അവന്റെ ഇംഗിതത്തിന് ഞാൻ പഴങ്ങിയില്ല, അതാ പ്രശ്നം. ഓ, അതാ കാര്യം. അവന്റെ 3ാമത്തെ ഭാര്യ ഇപ്പൊ കൂടെയുള്ളത്. ഇവനെന്ന കല്യാണരാമനാണോ? ഇതിന്റെ പരിഹാരം ഞാൻ കണ്ടോളാം. യമുന, നീ മിണ്ടരുത്. അവൻ എൻ്റെ അടുത്ത് വന്ന വേഷം കെട്ടുകൊണ്ട്. കുട്ടിയായിരുന്നെങ്കിൽ അനാഥശാലയുണ്ട്, പൈസ ആയെങ്കിൽ വൃദ്ധസദനം ഉണ്ടായിരുന്നേനെ. യുവതിയായ എനിക്ക് എവിടെയാടി മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ഒരു സ്ഥലം? പണ്ടുള്ളവർ പറഞ്ഞിട്ടില്ലേ, തെറിക്ക് ഉത്തരം മുറിപ്പത്തല. അതിൽ നിന്റെ അത്ര ധൈര്യം എനിക്കില്ലല്ലോ. നീ സമാധാനപ്പെട്. നിന്റെ കൂടെ ഞങ്ങളുണ്ട്. ഈ കോളനിയിലെ നല്ലവരായ എല്ലാ ജനങ്ങളും ഉണ്ട്. ആരാ ഈ രാത്രിയില്? നീ കഥ തുറക്ക്. ഞാനാ ബിജു. കഥ തുറക്ക്. നീ കഥ തുറക്ക്. കഥകു തുറക്കില്ല, കാര്യം പറ. ഈ പരിസരത്തേക്കും ആരുമില്ല. നീ ബഹളം വെച്ചാൽ ആരും കേൾക്കുകയില്ല. നീ വാലുറക്ക്. നീ എന്താ വരയ്ക്കുന്നത്?
എനിക്ക് വിറച്ചു പനിയാ. നിനക്കെന്താ ആശുപത്രി പോകണോ? വേണ്ട, നാളെ മതി. പനി സാരമില്ല, നീ ആ കഥ തുറക്ക്. എനിക്ക് തീരെ വയ്യാടാ, നാളെ വാ. എന്തെങ്കിലും ഞാൻ കൊണ്ടുവരണോ നിനക്ക്? വേണ്ട, നീ വന്നാ മതി. എന്നാ ഞാൻ നാളെ വരാം. ഓ, ദൈവം കാത്തു. എൻ്റെ വടച്ചാമ്പരാനെ, ഞാൻ എന്താ ഈ കേൾക്കണത്? ഇതൊരു പിഴച്ച കോളനിയായി മാറുവാണല്ലോ. ഈ കണക്കിന് പോയാ എവിടെ ചെന്ന് അവസാനിക്കുത്താ? എൻ്റെ മാനം മാത്രമല്ല, ജീവനും അവിടത്തിലെത്താ. അവനെ ഇവിടുന്ന് ഓടിക്കാൻ എന്താ ഒരു മാർഗം? ആ കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ ഭാര്യേനെ മക്കളെ ഓർത്തിട്ട എല്ലാവരും. അവൻ പെണ്ണൊരു പാവ. ഒറ്റപ്പെട്ടു പോയാൽ ഇങ്ങനെയൊക്കെയാ. അതുകൊണ്ടാണ് പലരും പിഴച്ചു പോകുന്നത്. അതെ ഇത്ത, ഒറ്റപ്പെടൽ ജീവിതത്തിൻ്റെ ഇരുട്ടല്ല, അത് പലരെയും തിരിച്ചറിയാനുള്ള വെളിച്ചമാണ്. അത് സത്യമാ മോളെ. ഞാനൊരു ശരാശരി പെണ്ണ, മനുഷ്യജീവിയും. എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല, പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? നീ ഒന്നും മിണ്ടാതിരിടി പെണ്ണെ, മണ്ടത്തരം പറയാതെ. അതെ എത്താ, എന്തിനെ ഒറ്റയ്ക്ക് നേരിടാൻ പഠിക്കണം. നീ പേടിക്കണ്ട, നീ വൈകുന്നേരം ഇങ്ങോട്ട് പോരെ. ഇവിടെ വന്ന് കിടന്നു. ഏതാവനെ ഇവിടെ വരുന്നത്? ഞാനൊന്ന് കാണട്ടെ. ശരി ഉമ്മ, ഇനി ഞാൻ കാരണം എന്തെങ്കിലും പ്രശ്നം ഉമ്മയ്ക്കുണ്ടാവോ? കൊള്ളാം, ഇങ്ങോട്ടെങ്ങാനും കയറി വന്നാലേ എന്റെ ആങ്ങളമാരുടെ മക്കളായി ചുറ്റും കിടക്കുന്നത്. ഇവിടെ കയറി വരുന്നവന്മാരുടെ മയ്യത്തെടുക്കും. എന്നാൽ ഞാൻ പോകട്ടെ ഉമ്മ. ശരി മോളെ. ശരി. അന്നാ ഇത്ത ഞങ്ങളും പോട്ടെ. വാ സെലീന. എന്നാ ശരി, ഞാൻ പോട്ടെ. മുമ്പ് നീ എന്നെ പറ്റിച്ച് രക്ഷപ്പെട്ടു. ഇനി നീ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. എല്ലാവരും താലപ്പൊലി ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ പോയിരിക്കുക. അതുകൊണ്ട് മോളെ, നീ എന്നോടൊന്ന് സഹകരിക്കണം. നിങ്ങൾ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. വെൽത്താൽ വേണ്ട, ഞാൻ സഹകരിക്കാം. നീ ഇവിടെ ഒന്ന് കിടക്ക്. ധൃതി വെക്കണ്ട, എനിക്ക് താല്പര്യമുണ്ട്. അതിനു മുൻപ് എന്താ വേണ്ടേ? എന്താ കൊണ്ടുവന്നിട്ടുള്ളത്? ശരി, അടുക്കളയിൽ പോയി വെള്ളം ഗ്ലാസ് എടുത്തോണ്ട് വരാം ഞാൻ.
പതിവായിട്ടാറ്റുകടവിൽ വരുമോ മനവേലാറുമ്പോൾ ഒളികണ്ണാലമ്പുകളെയ്യാൻ ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ പതിവായിട്ടാറ്റുകടവിൽ വരുമോ മനവേലാറുമ്പോൾ ഒളികണ്ണാലമ്പുകളെയ്യാൻ ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ പതിവായിട്ടാറ്റുകടവിൽ ചേട്ടാ ചേട്ടാ ഇതിലൂടെ ഒരു പെണ്ണോടി പോകുന്നുണ്ടോ? പെണ്ണോ? ആ, താഴോട്ടൊരു പെണ്ണോടി താഴോട്ടോ? അങ്ങോട്ടോ? അങ്ങോട്ടല്ലേ? താഴോട്ട്. ഓ ആ, അത് പെണ്ണ് തന്നെയാണോ? അതെയോ അല്ല യക്ഷിയോ? ഓ ആ, ഓ ആ, അയ്യോ അയ്യോ അമ്മേ, അയ്യോ ആ ആ, ആരാ? റെന്ത, ഏത് റെന്ത? ചെമ്മലക്കോളനെ റെന്ത. ഹോ, പേടിച്ച് പണ്ടാരടങ്ങി പോയല്ലോടി. ഹോ, യക്ഷ്യം പിശാശും ഒന്നല്ല, ഭാഗ്യം. പണ്ടിവിടെ എടുത്ത് തൂങ്ങിച്ചത്തതാ, അതാ പേടിച്ച്. പണിക്ക, എന്നെ രക്ഷിക്കണം. എന്നതാ കാര്യം? പണിക്ക, എന്നെ തേടി ഒരാൾ പുറകെ വരുന്നുണ്ട്. ആ, ഞാൻ അവരെ താഴെ തോട്ടത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവരായാലും നടന്നോളൂ, നേരം വിളിക്കുന്നവരെ. ഞാൻ വീട്ടിലേക്ക് പോണില്ല പണിക്ക. പിന്നെ എവിടേക്കാ? പണിക്കന്റെ വീട്ടിലേക്ക്. അയ്യോ വേണ്ട വേണ്ട, ഞാനവിടെ ഒറ്റയ്ക്കുള്ളൂ. അതുകൊണ്ടാ പറഞ്ഞ ഞാൻ പണിക്കന്റെ വീട്ടിലേക്ക് വരാന്ന്. അതെങ്ങനെ ശരിയാവും? പണിക്കൻ കല്യാണം കഴിക്കാത്ത ആളല്ലേ, ഞാനും കൂടി വന്ന എന്താ കുഴപ്പം? എനിക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കാലോ. ഇതിലും വലിയ വെള്ളിയാഴ്ച വന്നിട്ട് ബാപ്പ പള്ളിയിൽ പോയിട്ടില്ല, പിന്നെ ഇനി എന്റെ പ്രായം നിനക്കറിയാവോ? അത് സാരമില്ല, അങ്ങനെയും മനുഷ്യർ ജീവിക്കുന്നുണ്ട്. എനിക്ക് മനസ്സമാധാനമായിട്ട് ഉറങ്ങാലോ. എന്നതാ കാര്യം, അത് പറ. ഞാനെല്ലാം പറയാം. പണിക്ക, ഞാൻ പണിക്കന്റെ വീട്ടിലേക്ക് വന്നോട്ടെ? ഏയ് വേണ്ട വേണ്ട. പണിക്ക, ഇന്നൊരു ദിവസത്തേക്ക്, നാളെ ഞാൻ പൊക്കോളാം. ആ വാ പറയാം. റെനി, റെനി എഴുന്നേക്ക്. ഇതാ ഇത് കൊടുക്കോ. ഇത് എവിടുന്നാ? അടുത്ത വീട്ടിൽ വിരിച്ചിട്ടായിരുന്നാ, ഞാനും ഇങ്ങോട്ട് പോകും. ഇനി പോകാം. എങ്ങോട്ടാ? നീ എൻ്റെ കൂടെ വന്നാൽ മതി. എന്താ അമ്മേ? ആ പണിക്കിനെയും പെണ്ണിനെയും കണ്ടില്ലല്ലോ. അവർ വന്നോളൂ. അവളുടെ പേര് റിനിത എന്നല്ലേ? അതെ. പഠിച്ചു നടന്ന കാലത്ത് നിന്നെ ജീവന തുല്യം സ്നേഹിച്ച പെണ്ണാ. ഞാൻ കാരണം അത് നടന്നില്ല. അവൾക്ക് സമ്മതമാണെങ്കിൽ ഇനിയുള്ള കാലം നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം. അവൾക്കും സമ്മതമാണമ്മേ. എനിക്ക് സമ്മതം. ഇതാ ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞയാൾ. പേര് ഞാൻ പറയാതെ അറിയാമല്ലോ അല്ലേ? റിനിതയല്ലേ? അതെ. നിനക്ക് എൻ്റെ മകൻ ജയനുമായിട്ട് ജീവിക്കാൻ സമ്മതമാണോ? സമ്മതമാണ്. എൻ്റെ മരുമകളായിട്ട്, ജയൻ്റെ ഭാര്യയായിട്ട്
2 കുട്ടികളുടെ അമ്മയായിട്ട് ഇവിടെ ജീവിക്കാൻ സമ്മതമാണെന്നാ ചോദിച്ചത്. അതെ, സമ്മതമാണ്. വരൂ മോളെ.